ഇടതുപക്ഷ പാർട്ടിയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ഏറ്റവും പ്രമുഖ നേതാവ് അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട നേതാവാണ് ജി സുധാകരൻ എന്ന് പറയുന്ന വ്യക്തി. തീർച്ചയായിട്ടും ഇദ്ദേഹത്തെപ്പോലൊരാൾ ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായിട്ട് ഇടഞ്ഞു നിൽക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ബന്ധം ഉപേക്ഷിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് തന്നെ. അതായത് അദ്ദേഹത്തിൻ്റെ മെമ്പർഷിപ്പ് പോലും പുതുക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ എത്തിയിട്ടില്ല. അതായത് അദ്ദേഹം അതിന് താല്പര്യപ്പെടുന്നില്ല എന്നുള്ള ഘട്ടത്തിൽ കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായിട്ടുള്ള ബന്ധത്തിൽ വളരെ വലിയ തോതിലുള്ള വിള്ളൽ സംഭവിച്ചു എന്ന് മാത്രമല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിടുന്ന തരത്തിലോട്ട് വരെ കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്ന തരത്തിൽ തന്നെയാണ് ഇപ്പോൾ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് അദ്ദേഹത്തെ പോലൊരു നേതാവിന് വേണ്ടത്ര രീതിയിലുള്ള പരിഗണനയോ കാര്യങ്ങളോ ഒന്നും കൊടുക്കാത്ത രീതിയിലോട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാറിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിൽ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ജി സുധാകരനെ പോലൊരാളെ നിലനിർത്തേണ്ടത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പോലൊരു പാർട്ടിക്ക് അനിവാര്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്, പ്രത്യേകിച്ച് ഇപ്പോഴുള്ള ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത്. പക്ഷേ ജി സുധാകരൻ്റെ നിലപാട് തന്നെയാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു കാര്യമെന്ന് പറയുന്നത്. ഇദ്ദേഹം പാർട്ടി വിട്ട് പുറത്ത് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇനി ഒറ്റയ്ക്ക് നിൽക്കുമോ അതല്ല മറ്റൊരു പാർട്ടിയിലേക്ക് ചേക്കേറുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമോ എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയൊരു ചോദ്യമെന്ന് പറയുന്നത്. എന്തായാലും ഒരു കാര്യം വളരെയധികം വ്യക്തമാണ്, ജി സുധാകരനെ പോലൊരു വ്യക്തി നിലവിലത്തെ സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വളരെ വലിയ തോതിലുള്ള ഒരു തിരിച്ചടി തന്നെയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുമാത്രമല്ല, പല തരത്തിലുമുള്ള വാർത്തകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അതായത് ജി സുധാകരൻ BJP-യിലേക്ക് പോകാനായിട്ടുള്ള സാധ്യതയുണ്ട് എന്ന തരത്തിൽ പോലും വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. നമുക്കറിയാം, ജി സുധാകരനെ പോലെ ഒരാൾ പാർട്ടി ഭേദമന്യേ പലരുമായിട്ടും വളരെ നല്ല അടുപ്പമുള്ള ഒരു വ്യക്തി തന്നെയാണ്. BJP-ക്കുള്ളിൽ തന്നെ പല നേതാക്കളുമായിട്ടും നല്ല അടുപ്പമുള്ള ഒരു വ്യക്തിയാണ് ജി സുധാകരൻ. ഇദ്ദേഹത്തെ പോലൊരാൾ BJP-യിലേക്ക് പോകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിക്കഴിഞ്ഞാൽ അത് ഏറ്റവും വലിയ തോതിൽ തിരിച്ചടി ഉണ്ടാവുന്നത് അല്ലെങ്കിൽ ക്ഷീണമുണ്ടാക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് തന്നെയായിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. അതോടൊപ്പം തന്നെ ഇദ്ദേഹം ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് നിന്ന്, അതായത് സ്വതന്ത്രനായിട്ട് മത്സരിക്കാൻ പോലും തയ്യാറെടുക്കുന്നു എന്ന തരത്തിൽ പോലും വാർത്തകൾ പുറത്തു വരുന്നു. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ വളരെ വലിയ തോതിലുള്ള ഒരു കൊഴിഞ്ഞുപോക്കലുകൾ സംഭവിക്കാനായിട്ടുള്ള സാധ്യത നിലനിൽക്കുന്നു. അതും പ്രധാനപ്പെട്ട നേതാക്കൾ ഉൾപ്പെടെ പലരും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്നും കൊഴിഞ്ഞു പോകാനായിട്ടുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വിജയിക്കാൻ സാധിച്ചില്ലെങ്കിൽ അത് വളരെ വലിയൊരു തിരിച്ചടിയിലേക്ക് കാര്യങ്ങൾ മാറുമെന്നുള്ളത് വ്യക്തമാണ്. തീർച്ചയായിട്ടും നിലവിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായിട്ട് ചേർന്ന് നിൽക്കുന്ന പലരും ഒരു തോൽവിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവുന്നതെങ്കിൽ നിലവിൽ കൂടെ നിൽക്കുന്നവർ പലരും മറുകണ്ഠം ചാടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമെന്നുള്ളതും വ്യക്തമാണ്. അത് BJP-യിലേക്കും കോൺഗ്രസിലേക്കും എത്തുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കാം. എന്നാൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുന്നേ തന്നെയും വളരെ വലിയ തോതിലുള്ള ഒരു പ്രധാനപ്പെട്ട തിരിച്ചടി ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ജി സുധാകരനെ പോലൊരു നേതാവ് ഇടഞ്ഞു നിൽക്കുന്നു എന്ന് മാത്രമല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്നുള്ള ബന്ധം പോലും വിട്ടു നിൽക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. ഇദ്ദേഹം കോൺഗ്രസിലേക്കോ അതല്ല BJP-യിലേക്കോ പോകുമോ എന്നുള്ള ഒരു ചോദ്യമാണ് അവിടെ നിലനിൽക്കുന്നത്. പക്ഷേ കോൺഗ്രസുമായിട്ട് യാതൊരുവിധ ചർച്ചകളും നടന്നിട്ടില്ല എന്നുള്ള തരത്തിൽ തന്നെയാണ് കാര്യങ്ങൾ വ്യക്തമാവുന്നത്. പക്ഷേ BJP-യിലേക്ക് ഇദ്ദേഹം പോകുമോ എന്നുള്ള ചോദ്യം വളരെ വലിയ തോതിൽ പ്രസക്തമായി നിൽക്കുന്നു അവിടെ. എന്തായാലും തെരഞ്ഞെടുപ്പിന് തൊട്ട് മുന്നേ സുധാകരനെ പോലൊരു പ്രമുഖ നേതാവിനെ BJP പാളയത്തിലേക്ക് എത്തിക്കാൻ BJP-ക്ക് സാധിച്ചാൽ അത് BJP-യെ സംബന്ധിച്ചിടത്തോളം ഒരു നേട്ടമായിരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ അതിന് സാധ്യമാകുമോ? നിലവിൽ ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായിട്ട് എല്ലാ അർത്ഥത്തിലും വിള്ളൽ വന്നു നിൽക്കുന്ന സുധാകരൻ നിലവിൽ BJP പാളയത്തിലേക്ക് എത്തുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയാലും അത്ഭുതപ്പെടാനില്ല എന്ന് വേണം നിലവിലത്തെ സാഹചര്യത്തിൽ വ്യക്തമാക്കാനായിട്ട്.